ആ പള്ളി ഉറക്കം കഴിഞ്ഞു. ഇനി പള്ളി സംസാരമാവാം. നിങ്ങളെന്താ ഇവിടെ? ഇതെന്താ എന്നെ കട്ടിൽ കുരിശി തറച്ചിട്ടേക്കണത്? നിന്റെ പേർഷ്യപ്പോക്കിനെ പറ്റി സംസാരിക്കാൻ വന്നതാ. എന്താ സാർ ഇത്? പാതിരാക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ചിട്ട് അത് ഈ കളനെയും കൂട്ടി. എന്റെ കമല, പാതിരാക്ക് ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ശല്യപ്പെടുത്താതെ നിശബ്ദ സേവനം നടത്തുന്നവരാ ഞങ്ങൾ കള്ളന്മാർ. ഇത് സാറിന്റെ പണിയാ. അന്ന് അജയം മരിച്ച ഒരാഴ്ച കഴിഞ്ഞല്ലേ കമലം പേർഷ്യയ്ക്ക് പോയത്? അപ്പോഴാണല്ലോ എന്റെ വിസ വന്നത്. എന്താ സാർ ഇതൊക്കെ ഇപ്പൊ ചോദിക്കാൻ കാരണം? അല്ല, പാസ്പോർട്ട് ഇല്ലാതെ കമലം പേർഷ്യയ്ക്ക് പോയത് എങ്ങനെയാന്നാ? അത് ഇന്നലെ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക്. നീ ഇന്നേ വരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പേർഷ്യയ്ക്കും പോയിട്ടില്ല. എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടായാ വന്നിരിക്കുന്നത്. പേർഷ്യയിൽ പോകാതെ നിന്റെ കയ്യിൽ എങ്ങനെയാ ഒറ്റയടിക്ക് 1.5 ലക്ഷം രൂപ വരുന്നത്? മരിക്കുന്ന സമയത്ത് അജയന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ. നീ അജയനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ കാശ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെന്റെ കാശാ. സത്യം പറ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അജയൻ കൊലക്കേസ് തെളിയിച്ചാൽ കരിക്കൻ ജോർജിന് പ്രൊമോഷൻ ഉറപ്പാ. അതിനുവേണ്ടി ഇയാൾ എത്ര കരിക്ക് ഉപയോഗിക്കാനും മടിക്കില്ല. കരിക്കിനിടി കൊണ്ട് സത്യം പറഞ്ഞില്ല എങ്കിൽ അയാളുടെ ഒരു ഈർക്കിൽ പ്രയോഗമുണ്ട്. അയ്യോ, ഓർക്കാൻ വയ്യ. 3 മാസം എടുത്ത് എന്റെ പല കാര്യങ്ങളും ശരിയാകാൻ. സത്യം പറയുന്നോ അതോ പോലീസിനെ വിളിക്കണോ? വേണ്ട സാർ, ഞാൻ എല്ലാം പറയാം. അജയൻ കൊല്ലപ്പെട്ട രാത്രിയിൽ അവൻ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് കടം വാങ്ങാനായിട്ടാ ഞാൻ ചെന്നത്. കാവ് വഴിയാ പഞ്ചായത്ത് കടവിലേക്ക് വന്നത്. പിറ്റേന്ന് രാവിലെയാണ് അജയൻ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. ആ കാശ് സ്വന്തമാക്കാനാ ഞാനൊന്നും ആരോട് പറയാതിരുന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ കാശ് ചെലവാക്കാനാ പേർഷ്യയിൽ പോണെന്നും പറഞ്ഞ് കുറച്ചു കാലം ബോംബെ പോയിട്ട് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? കഴിയും സാർ.